ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്റ്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഡ്രിങ്കുകളാണ്. അപ്പോൾ ഈ രണ്ട് ഡ്രിങ്കിലെയും ഏറ്റവും സവിശേഷമായ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സാധനം തന്നെയാണ്. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അപ്പോൾ കരിക്കിൻ്റെ വെള്ളമാണ് അല്ലെങ്കിൽ ഇളനീരാണ് നമ്മളെ ഇന്നത്തെ ആ രണ്ട് ഡ്രിങ്കിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കരിക്കായതുകൊണ്ട് ഇങ്ങനെ പൊതിക്കേണ്ട കാര്യമില്ല. തേങ്ങ നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വെള്ളം എടുക്കാൻ പറ്റും. പക്ഷേ വീട്ടിൽ ഇങ്ങനെ ഇളനീര് ഒരു 5-8 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊതിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 കരിക്കാണ് പൊതിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് അതിൻ്റെ വെള്ളം മാറ്റാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് ഞാൻ പകുതിയായിട്ടാണ് ഓരോ ഗ്ലാസ്സിലേക്ക് എടുക്കുന്നത്. ഇവിടെ 2 ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പകുതി വീതം ഓരോ ഗ്ലാസ്സിലേക്കും ഇത് ഒഴിക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ആ പകുതി തന്നെ 2ലേക്കുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ കരിക്കിൻ്റെ അത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് നമ്മൾ ഓരോ ഗ്ലാസ്സിലേക്ക് ഒരു 1-1.5 സ്പൂൺ വീതം 2ലേക്കും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചതാണത്, പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് സർബത്ത് ഉണ്ടെങ്കിൽ, നന്നാരി സർബത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കട്ടോ, അത് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 2-3 സ്പൂണോളം ഒരു ഗ്ലാസ്സിലേക്ക് വേണ്ടി വരും. പിന്നെ ഒരു ലേശം ഒരു നുള്ള ഉപ്പ് വീതം 2ലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കരിക്കിൻ്റെ വെള്ളം നമ്മുടെ 2 ഗ്ലാസ്സിലും ഏകദേശം പകുതിയുടെ മുകളിൽ ലെവൽ വരുന്ന രീതിയിൽ ഫില്ല് ചെയ്യാം. ഇനി നമ്മുടെ സോഡ പൊട്ടിച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ ഫില്ല് ചെയ്ത് വരിക. നന്നായിട്ട് പതഞ്ഞിങ്ങോട്ട് വരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ആദ്യത്തെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കിടു സാധനമാണ്, ഒരു രക്ഷയില്ല. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ആ കരിക്കിൻ്റെ ആ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടത് കൊണ്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ എന്താ പറയുക, കടിച്ച് അതൊരു പ്രത്യേക രസമാണത്. നമ്മുടെ ചെക്കൻ ഏതായാലും ഉദ്ഘാടനത്തിന് റെഡിയായി നിൽക്കുന്നുണ്ട്, അവന് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2ാമത്തെ ഡ്രിങ്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതിയായിട്ടാണ് 2ലേക്ക് ഒഴിക്കേണ്ടത്. ഒരു പകുതി 1ലേക്കും അടുത്ത പകുതി 2ാമത്തേലേക്ക് ഒഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ 2ാമത്തെ ഡ്രിങ്കിൻ്റെ ഐഡിയ തോന്നിയത് 1ാമത്തെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ സോഡയും ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ കരിക്കിൻ്റെ വെള്ളവും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ആലോചിച്ചതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് തേനാണ് ഒഴിക്കുന്നത്. തേന് ഓരോ സ്പൂണ് വീതം. അപ്പോൾ ഇത് ചെറുതേനാണ്. ഇപ്പോൾ സാധാരണ തേനായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു, മറ്റേ തേന് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചത് നേരത്തെ ഇതിൽ ചെയ്ത പോലെ തന്നെ ഒരു 2.5 സ്പൂണ് അല്ലെങ്കിൽ 3 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഈ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ എന്താ വെച്ചാൽ സാധാരണ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര 1 സ്പൂണാണെങ്കിൽ ഇത് 1.5 സ്പൂണ് വേണ്ടി വരും. പൊടിക്കുമ്പോൾ കുറച്ചും കൂടി അധികം എമൗണ്ട് വേണ്ടി വരും. അതിനുശേഷം നമ്മുടെ ഇളനീര് നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ പകുതിയിൽ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന രീതിയിൽ
ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ സോഡ എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇത് ഒഴിച്ചാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സോഡയും ഇളനീരും കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഇതുവരെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല, യൂട്യൂബിലും കാണാനില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊന്നും അറിയണമല്ലോ, അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരീക്ഷണം നടത്താമെന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ നമ്മൾ സോഡ ഇതുപോലെ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം. ഇതൊരു പരീക്ഷണമായതുകൊണ്ട് എന്താ സ്ഥിതി എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഉപ്പ് ഇട്ടോളൂ കേട്ടോ, ഉപ്പ് ഒരു നുള്ളിടുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഒരു 4-5 പുതിനയുടെ ഇല മിന്റ് ലീവ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ 2 ഡ്രിങ്കും സൂപ്പറാണ്, പൊളിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇളനീരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഡ്രിങ്കിന് ഇതുവരെ ഞാൻ പേരിട്ടിട്ടില്ല, ഏതായാലും വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പേരിടാൻ ശ്രമിക്കാം. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്, ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ തോന്നുമ്പോൾ വീഡിയോ എടുക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 2 ഡ്രിങ്കും സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും കരിക്കൊന്നും ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കോണമെന്നില്ല, കിട്ടുമ്പോൾ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ കരിക്കില്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണുക ഫ്രീ ആകുമ്പോൾ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ മറ്റൊരു കിടു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.